കോഴിക്കോട് മാനിപുരം ചെറുപുഴയിൽ കാണാതായ 10 വയസ്സുകാരിക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെയാണ് പൊന്നാനി സ്വദേശികളുടെ മകൾ തൻഹ ഷെറിൻ ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സും സ്കൂബ സംഘങ്ങളുമൊക്കെ തിരച്ചിലിനെത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായിട്ട് ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. പ്രേക്ഷകർ ദൃശ്യങ്ങളാണ് കാണുന്നത്, തിരച്ചിലിന്റെ ഭാഗമായിട്ടുള്ള ദൃശ്യങ്ങൾ. ഇംതിയാസ്, ഇന്നലെയാണ് ഈ ഒഴുക്കിൽപ്പെട്ടു പോയത്. ഇപ്പോൾ ഈ ഫയർഫോഴ്സും സ്കൂബ സംഘങ്ങളുമൊക്കെ എപ്പോഴാണ് എത്തുക? എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്? ജയലക്ഷ്മി, ഇന്നലെ വൈകിട്ടാണ് കൊടുവള്ളിയിലെ മാനിപുരം ചെറുപുഴയിൽ 2 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത്. തൻഹ ഷെറിൻ എന്ന് പറയുന്ന 10 വയസ്സുള്ള പെൺകുട്ടിയും അവരുടെ 12 വയസ്സുള്ള സഹോദരനും അവരുടെ മാതാവും പിതൃ സഹോദരനുമാണ് ഇവിടെ കുളിക്കാനും അലക്കാനുമായിട്ടൊക്കെ എത്തിയിരുന്നത്. അവർ പൊന്നാനി സ്വദേശികളാണ് ഈ കുട്ടികളെല്ലാം. അവരിവിടെ കൊടുവള്ളിയിൽ അവരുടെ ഒരു ഉപ്പയുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണം കഴിഞ്ഞ് അവിടെയുള്ള വസ്ത്രങ്ങളെല്ലാം അലക്കാൻ വേണ്ടിയിട്ട് ഈ പുഴയിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് അബദ്ധത്തിൽ കുട്ടികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. 12 വയസ്സുകാരനെ ഉടനെ തന്നെ ചുഴിയിൽ നിന്ന് തട്ടിമാറ്റി കരകയറ്റാൻ പറ്റി എന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ 10 വയസ്സുകാരിക്ക് വേണ്ടിയിട്ട് ഇന്നലെ രാത്രി വരെ വ്യാപകമായ തിരച്ചിൽ നടത്തി. സ്കൂബ ടീമും ഫയർഫോഴ്സും നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. പക്ഷേ ഇന്നലെ രാത്രി ഏറെ വൈകിട്ടും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ എനിക്കൊപ്പം ഇന്നലെ ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാൾ ചേരുന്നുണ്ട്. പേരെന്താ? ജംഷീർ. എന്താ ഇന്നലെ ശരിക്കും സംഭവിച്ചത്? ഇന്നലെ ഒരു 4:15 കാണും. 4:15 കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയാണ് നമ്മളെ വിളിച്ചു പറഞ്ഞത്. നമ്മളെ ഈ മാനൂര ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ 2 കുട്ടികൾ പോയിട്ടുണ്ട്, ഇപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ കുണ്ടന്മാരെല്ലാം കൂടി പെട്ടെന്ന് പോയേക്കുമായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും വന്നപ്പോൾ കുറച്ച് ആൾക്കാർ അന്നപ്പോൾ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെ ഉമ്മയും 2 കുട്ടികളും അവരെ ഹസ്ബൻഡിൻ്റെ വൈഫും ഹസ്ബൻഡിൻ്റെ അനിയനും അവരാണ് ഇവിടെ കുളിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. കുളിക്കാൻ വന്നത് എടുത്തുനിന്ന് അവിടെ നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്, ബണ്ടുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് കുളിച്ചുകൊണ്ട് നിൽക്കുന്ന ഉമ്മ തിരുമ്പുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ കുട്ടി പോയതാണ്. ചെറിയ കുട്ടി പോയപ്പോൾ എൻ്റെ അനിയനും ചാടി. ഈ 10 വയസ്സുള്ള കുട്ടി പോയപ്പോൾ 12 വയസ്സുകാരൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവൻ ചുഴിയിൽപ്പെട്ടപ്പോൾ അവരെ ഉപ്പൻ്റെ അനിയന് അവർ ചാടി. ഈ ഒരു കുട്ടിയെ അവർ തട്ടി രക്ഷിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ അവർ ഉമ്മയും മറ്റേ പെണ്ണുങ്ങൾ ചാടാൻ നോക്കി. പക്ഷേ അന്നപ്പോൾ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ എല്ലാം കൂടി തടഞ്ഞു വെച്ച് അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. ഒരു വിധത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിയൊഴുക്കുള്ള സ്ഥലമാണ്. ഒരു സൈഡിൽ കൂടി നല്ല അടിയൊഴുക്കുള്ള സ്ഥലങ്ങളാണ്. എൻ്റെ പേര് മുഹമ്മദ് അലി എന്നാണ്. അപ്പോൾ ഇന്നലെ രാത്രി വരെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. രാത്രി എന്നല്ല, ഇന്ന് പുലർച്ചെ 3 മണി വരെ ഞങ്ങൾ സന്നദ്ധ സംഘടനകളിൽ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ പ്രവർത്തകരെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കുറച്ചും കൂടി ഒരു വെള്ളമെല്ലാം കലക്ക് എല്ലാം മാറിയിട്ടൊരു തെളിഞ്ഞൊരു അന്തരീക്ഷമാണ് കാണുന്നത്. ഏതായാലും ഇന്നത്തെ കൂടി എന്തെങ്കിലും ഒരു കാര്യം നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവിധ ദ്രുതകർമ്മ സേനകളും നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോഴും ഇന്നലെ ഉണ്ടായിരുന്നു. അവർ വൈകുന്നേരം ഒരുമിച്ചെത്തിയതാണല്ലേ കുളിക്കാൻ വേണ്ടിയിട്ട്? എല്ലാവരും കൊടുവള്ളി ഭാഗത്തുനിന്ന് വന്നതാണ് പുഴയിൽ കുളിക്കുക എന്നുള്ള രീതിയിൽ. ഇന്നലെ നല്ല കലക്കും നല്ല എന്താ പറയുക ഒഴുക്കുമായിരുന്നു. ഇന്നിപ്പോൾ മഴയൊന്നും പെയ്യാത്തത് കൊണ്ട് കുറച്ചൊരു തെളിഞ്ഞൊരു അന്തരീക്ഷമായിട്ടാണ് കാണുന്നത്. അതെ ജയലക്ഷ്മി, ആ സ്ഥലം ഒന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പാറ നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ഈ തൻഹ ഷെറിനും അവരുടെ സഹോദരനും മാതാവും പിതൃ സഹോദരനുമെല്ലാം ഒരുമിച്ച് ആ പാറയുടെ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. അവിടെ വസ്ത്രങ്ങളൊക്കെ അലക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഈ തൻഹ ഷെറിൻ എന്ന് പറയുന്ന 10 വയസ്സുള്ള പെൺകുട്ടി അബദ്ധത്തിൽ പാറയിൽ നിന്ന് പുഴയിലേക്ക് പോയി എന്ന് അറിയുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ആ 12 വയസ്സുകാരൻ ഈ തൻഹയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയെന്നാണ് പ്രാഥമിക വിവരം. പക്ഷേ ഈ 12 വയസ്സുകാരൻ ഇറങ്ങിയ ഉടനെ തന്നെ അവിടെ ഒരു ചുഴി ഉണ്ടായിരുന്നു. ആ ചുഴിയിൽ അകപ്പെട്ടു. പിന്നാലെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഒഴുക്കുള്ള പ്രദേശമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ ബോർഡുകളോ ഒന്നും വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇതൊരു പ്രത്യേകിച്ചും ഒരു നാട്ടിൻപുറമാണ്. സാധാരണഗതിയിൽ ആളുകളൊക്കെ ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ എത്തി സ്ഥിരമായിട്ട് കുളിക്കാനും അലക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഈ സംഘം എന്ന് പറയുന്നത്, ഈ കുട്ടികളടക്കമുള്ളവരെന്ന് പറയുന്നത് കൊടുവള്ളി സ്വദേശികളാണ്. പൊന്നാനി സ്വദേശികളാണ്. അവർ കൊടുവള്ളിയിൽ അവരുടെ ഒരു ബന്ധുവീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണം കൂടാൻ വന്നതാണ്. ആ കല്യാണം കഴിഞ്ഞ്
അവർ അതിൻ്റെ വസ്ത്രങ്ങളുമൊക്കെ അലക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങോട്ടേക്ക് എത്തിയത്. അങ്ങനെ ഒരു സ്ഥിരം പ്രശ്നമുള്ള ഏരിയ അതല്ലെങ്കിൽ സ്ഥിരം ആളുകൾ അപകടത്തിൽ പെടുന്ന ഒരു സ്ഥലമോ ഒന്നുമല്ല ഇത്. പക്ഷേ ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയുടെയൊക്കെ സാഹചര്യത്തിൽ പുഴയിൽ അല്പം അടിയൊഴുക്കുണ്ട് എന്ന് പറയാം. പക്ഷേ ആളുകളൊക്കെ എത്തി കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇന്നലെ അബദ്ധത്തിൽ ആ കുട്ടി പുഴയിലേക്ക് വീഴുന്നു. തൊട്ടു പിന്നാലെ ഉള്ള ആൾ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും ആ 10 വയസ്സുകാരി ആ സമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇതിലിപ്പോൾ സംശയിക്കുന്നത് അങ്ങനെ അധിക ദൂരമൊന്നും ഒരുപക്ഷെ ഒഴുകിപ്പോകാൻ സാധ്യതയില്ല എന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സന്നദ്ധ സംഘടനകളുടെ അടക്കം നേതൃത്വത്തിൽ ഇതിൻ്റെ ഒരു 100-200 മീറ്റർ പരിധിയിൽ തന്നെ വ്യാപകമായ തിരച്ചിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞാൽ സ്കൂബ ടീമും മീഞ്ചന്ത, വെള്ളിമാട് കുന്ന് തുടങ്ങിയ പരിധികളിലുള്ള ഫയർഫോഴ്സ് സംഘങ്ങളും സ്കൂബ ടീമും അടക്കം ഇങ്ങോട്ടേക്ക് എത്തും. കുറെ കൂടെ ഊർജിതമായ തിരച്ചിൽ നടത്താനാകും. 10 വയസ്സുകാരിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇന്നലെയാണ് ഒഴുക്കിൽപ്പെട്ടത്. അതിദാരുണമായ ഒരു സംഭവമായി പോയി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ.